ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വോട്ട് ചോദിച്ചത് എങ്കിൽ ആ നയങ്ങൾ അത് അവസാനിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ചിരിക്കുകയാണ്. വിലക്കയറ്റത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു, ചെറിയ രൂപത്തിലാണെങ്കിലും സംസാരിച്ചു. എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. കേന്ദ്ര കേരള സർക്കാരുകൾ അനങ്ങുന്നില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചക വാതകത്തിൻ്റെയും എല്ലാം വില കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കൂട്ടിയപ്പോൾ കേരളം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേന്ദ്രം അത് കൂട്ടിയപ്പോൾ കേരളം അതിൻ്റെ വിഹിതം വേണ്ട എന്ന് തീരുമാനിച്ച് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു. 700 കോടി രൂപയുടെ നികുതി പണം ഉമ്മൻചാണ്ടി സർക്കാർ വേണ്ടെന്ന് വെച്ചുവെങ്കിൽ പിണറായി സർക്കാർ അത് വേണ്ടെന്ന് വെച്ചില്ല എന്ന് മാത്രമല്ല, അത് അവർ പോരാ എന്ന് തീരുമാനിച്ച് പെട്രോളിനും ഡീസലിനും വീണ്ടും സംസ്ഥാനത്തിന്റെ വക സെസ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഗവൺമെന്റാണ്. വിലക്കയറ്റത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ്. സപ്ലൈകോ ഫലത്തിൽ പ്രവർത്തിക്കുന്നില്ല. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളില്ല. അവിടെ ലഭ്യമാക്കേണ്ട സാധനങ്ങൾക്ക് പോലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാർഷിക മേഖല ആകെ തകർന്നിരിക്കുന്നു. വന്യജീവി അക്രമം വാർത്തയല്ലാത്ത വിധത്തിൽ എല്ലാ ദിവസങ്ങളിലും കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സർക്കാർ നിഷ്ക്രിയമായ നിലപാട് തന്നെയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷം. പഠിച്ചവർ, ചെറുപ്പക്കാർ സർട്ടിഫിക്കറ്റുകളുമായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ കയറിയിറങ്ങുന്നു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇന്റർവ്യൂവിൽ പോയി അവരെ റാങ്ക് ലിസ്റ്റിൽ ഇടം തേടുന്നു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകളാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ യുവതികളാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മുൻപിൽ സമരം ചെയ്തത് എങ്കിൽ ആ സമരത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. ആശാ വർക്കർമാരുടെ സമരം അത് ഒറ്റപ്പെട്ട സമരമല്ല. അവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വരുമാനം 232 രൂപയാണ് ഒരു ദിവസം അവർക്ക് കിട്ടുന്നത്. ഒരു ദിവസം 232 രൂപ കൊണ്ട് ഈ ഭാരിച്ച ജീവിത ചെലവ് എങ്ങനെ നമ്മുടെ സഹോദരിമാർ എങ്ങനെ ആ ജീവിത ചെലവ് വഹിക്കും? അതുകൊണ്ട് അവര് ഒരു ചെറിയ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ സമരം ചെയ്തിട്ട് 4 മാസങ്ങളായി തിരുവനന്തപുരത്ത് ആ സമരം നടക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ആ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ ചെയർമാന്റെ ശമ്പളം 4,10,000 വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാരിൻ്റെ ഒരു നടപടി അതായിരുന്നുവെങ്കിൽ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രതിമാസ ശമ്പളം 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഏജൻസി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ പരസ്യ ഏജൻസി PR ഏജൻസിയുടെ പ്രതിഫലം കഴിഞ്ഞ മാസമാണ് വർദ്ധിപ്പിച്ചു നൽകിയത്. അപ്പൊ സർക്കാരിന് ആവശ്യമുള്ളവർക്ക് മാത്രം സഹായങ്ങൾ ചെയ്യുന്നു. പാവപ്പെട്ടവരെ പൂർണ്ണമായിട്ടും കേരള ഗവൺമെന്റ് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്താണ് നമ്മൾ ഈ സമര സംഗമവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. KPCCയുടെ പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ ഞങ്ങൾക്ക് സ്വീകരണ പരിപാടികളല്ല. ചാർജ് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി എല്ലാവരും തൃശ്ശൂരിൽ വന്ന് ബഹുമാന്യനായ അഭിവന്ദ്യനായ ലീഡർ ശ്രീ K. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി. ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി. R. ശങ്കർ സാറിന്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് KPCC ഓഫീസിലെത്തി. നമ്മൾ AK ആന്റണിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ചുമതല ഏറ്റെടുത്തത് എങ്കിൽ ഇത് അധികാരമല്ല. KPCCയുടെ ഭാരവാഹിത്വം അധികാരമല്ല, അത് ചുമതലയാണ്, ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിന്തുണയിൽ തൃശ്ശൂരിൻ്റെ മഹത്തരമായ പാരമ്പര്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അതിലെല്ലാവരുടെയും സഹായം, ശക്തമായ പ്രവർത്തനം, കൂട്ടായ്മ, ഐക്യം ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന ആവേശത്തിൽ നമുക്ക് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ ഈ കൺവെൻഷൻ, ഈ സമര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്.
ബഹുമാന്യനായ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP. APCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിക്കുകയായിരുന്നു. കേരള സർവകലാശാലയിലെ പോര് ശക്തമാകുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി ഗവർണർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. BCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. ബിനോയ് ഉണ്ട് നമ്മളോടൊപ്പം. ബിനോയ്, KS അനിൽകുമാറിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് ഗവർണർ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സർവകലാശാല VCയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത് ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗവും അതിലുണ്ടായ നടപടിക്രമങ്ങളെക്കുറിച്ചുമായിരുന്നു ഗവർണർ വിവരങ്ങൾ ആരാഞ്ഞത്. ഇതനുസരിച്ച് നൽകിയ റിപ്പോർട്ടിൽ സിൻഡിക്കേറ്റ് യോഗം പറഞ്ഞ അജണ്ടയിന്മേലല്ല ചർച്ച നടത്തിയെന്നും അതിനുപരിയായി വിഷയം മാറി നിന്നുകൊണ്ട് രജിസ്ട്രാർ സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി.